ഹലോ എല്ലാരും വാ. ഞാൻ കുറച്ചു മുന്നേ കളക്ട് ചെയ്ത് വെച്ച ഒരു പൊട്ടിപ്പോയൊരു ട്രേ ആണിത്. പൊട്ടിപ്പോയ ട്രെയിൻ എന്തിനു കൊള്ളാം, കളയാനേ കൊള്ളുള്ളൂ അല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇതിലൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്താലോ. അപ്പോൾ വേസ്റ്റിൻ്റെ ഉള്ളത് പറക്കി ട്രേ ആയതുകൊണ്ട് തന്നെ ട്രെയിൽ ഫുള്ള് മണ്ണും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ തേനീച്ച കൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്, ചകിരി വെച്ച് നന്നായി ഉരച്ച് കഴുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുളിച്ച് കുട്ടപ്പനാക്കിയ ട്രെയിൽ ഇതേ ഫുള്ളായിട്ട് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഫുൾ പ്ലെയിൻ ബ്ലൂ കൊടുത്തില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വൈറ്റും മിക്സ് ചെയ്തിട്ട് ഷെയ്ഡ് വരണ പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ നിന്ന് ലൈറ്റ് ബ്ലൂവിലേക്ക് താഴെ വരുമ്പോൾ ഡാർക്ക് ബ്ലൂ, അതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡിങ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും ഉള്ള അറിവ് വെച്ചിട്ട് എന്തെങ്ങാണ്ടൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അങ്ങനെ ട്രേ ഫുള്ള് പെയിന്റ് അടിച്ച് കഴിഞ്ഞപ്പം ദേ നമ്മൾ മുറ്റത്ത് പോയിട്ട് കുറച്ച് മെറ്റൽ വറക്കണുണ്ടേ. എന്തിനാന്നല്ലേ, കാണിച്ചു തരാം വാ. ഇനി നമുക്ക് ദേ ഈ ഒരു ഫ്ലെക്സ് ക്വിക്കും വേണേ. ഫ്ലെക്സ് ക്വിക്ക് ഇല്ലെങ്കിൽ ഏത് പശയായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും നല്ല ഉറപ്പുള്ള പശ വേണം, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ എങ്ങാനും പൊട്ടിപ്പോന്നാലോ. അങ്ങനെ നമ്മൾ ട്രേയുടെ താഴത്തെ ഭാഗത്ത് ഈ കാണുന്ന പോലെ കുറച്ച് ഫ്ലെക്സ് ക്വിക്ക് ഒട്ടിച്ച് നമ്മൾ പറക്കാൻ മെറ്റലും ഇട്ടിട്ട് വീണ്ടും അതിന്റെ മുകളിൽ ഫ്ലെക്സ് ക്വിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പിസ്താഷ്യൽ. അങ്ങനെ പിസ്താഷ്യൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം എന്താണ് ഉണ്ടാക്കാൻ പോണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇനി പിസ്താഷ്യലൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി പെയിന്റിംഗ് ആണ്. അങ്ങനെ ഓരോ ഷെല്ലിനും നമുക്ക് ഇഷ്ടമുള്ള പോലെ പെയിന്റ് അടിക്കുക. അതായത് ഫസ്റ്റ് തന്നെ ഞാനൊരു ഓറഞ്ച് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ഫിഷിനെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡും അങ്ങനെ എല്ലാ കളറും ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു പിസ്താഷ്യലിനെ ഞാൻ ഒരു ആമേനെയും ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞാമ, ഒരു മിനിയേച്ചർ ആമ, നല്ല രസമുണ്ട് കാണാൻ. അല്ല അത് നിങ്ങളല്ലേ പറയണ്ടേ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ മീനുകൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കടലിനടിയിൽ കുറേ ചെടികൾ കണ്ടിട്ടില്ലേ, ആ ചെടികളും ഞാൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഡാർക്ക് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നീളത്തിലുള്ള ചെടി മാത്രമല്ല വേറൊരു ടൈപ്പ് ചെടിയും കൂടെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു. എനിക്കെപ്പോഴും മീനിൻ്റെ ക്രാഫ്റ്റ് തന്നെയായിരിക്കും എന്ന് ചിലപ്പം വിചാരിക്കാം, ബിക്കോസ് എനിക്ക് മീനുകളെ ഭയങ്കര ഇഷ്ടമാണ്. എനിവേ ഇതും മീനുകൾ തന്നെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ, എനിക്ക് എന്ത് ചെയ്താലും എനിക്ക് മീൻ മീൻ മീൻ, കടൽ കടൽ കടൽ, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ മീൻ കഴിക്കാൻ ഇഷ്ടമല്ല, കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ നമ്മളിത് ആ പർപ്പിൾ ചെടിക്ക് പിങ്ക് കൊണ്ട് ഹൈലൈറ്റും ചെയ്തപ്പം ആ ചെടി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ മീനുകൾക്കും ഓരോ കുഞ്ഞു കുഞ്ഞു കണ്ണുകളും വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു മഞ്ഞ മീൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് സെറ്റായ, മഞ്ഞയാക്കും കറുപ്പാക്കും ഒക്കെ ആക്കും, സെറ്റാവണുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ആമയുടെ തൊണ്ടിന് കുറച്ച് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ശംഖ് ഒട്ടിച്ചില്ലാന്ന് ഓർത്തെ. പിന്നെ ആ ശംഖ് എടുത്ത് ഒട്ടിച്ചു. ആ ഒരു ശംഖ് പൊട്ടിപ്പോയി തരുന്നത്, അതാണ് ഒരു പകുതി ശംഖ് ഒരു കുഞ്ഞു ശംഖും. എന്തോന്ന് മിസ്സിങ് ആണല്ലോ, ബബിൾസ്. അങ്ങനെ ബബിൾസ് മിസ്സിങ് ആയപ്പോൾ അതും വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മഞ്ഞമീൻ കണ്ടില്ലേ, കറുപ്പായി മഞ്ഞായി ഇപ്പോൾ വെള്ളവരെയും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ കളയാൻ വെച്ച ട്രേയുടെ ലുക്കൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ കാണാം, ബൈ.